താങ്ക് യു സോ മച്ച്. ഭയങ്കര അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. എനിക്ക് ധനുഷ് സാർ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സാറ് ഞാൻ ഓർത്ത് സാറ് ആക്ട് ചെയ്യുന്ന പടത്തിലൊക്കെ അങ്ങനെ എന്തോ ഇതായിട്ടാണ് വിളിച്ചതെന്ന് വിചാരിച്ചത്. പക്ഷെ സാറ് ഡയറക്റ്റ് ചെയ്ത് സാർ തന്നെ എഴുതിയ പടം. അപ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാറ് നമുക്ക് അഭിനയിച്ച് കാണിച്ചത്. അപ്പോൾ അത് ഭയങ്കര രസമാണ്. എന്നിട്ട് നമ്മളത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. സാർ നമുക്ക് സമയം തരും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഭയങ്കര ജോളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. 21 ഫെബ്രുവരി പടം വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി റൊമാൻസ് ഇപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇതും ഈക്വലി അത്രയും ഫണ്ണും ഭയങ്കര രസമായിരുന്നു. ഷൂട്ടും പ്രോസസ്സും എല്ലാം. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാത്യു. സോ നമ്മുടെ സെറ്റിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഐ നോ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ ബിക്കോസ് എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്, ഓൾമോസ്റ്റ് സിമിലർ ഏജിലുള്ളവരാണ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ? ലൈക്ക് ടു സേ ഫണ്ണി ഇൻസിഡന്റ് ഓർ ദ മോസ്റ്റ് മെമ്മറബിൾ തിങ്, അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഓർമ്മയുണ്ടോ? ഓർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ് ടുഗദർ ഓൾസോ, ദാറ്റ്സ് ഫൈൻ. ഇല്ല, എല്ലാം ഭയങ്കര രസമായിരുന്നു. ചിലതൊന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇല്ല. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഷൂട്ട് ഡേയ്സ് കുറവായിരുന്നു. ഒരു 40 മൊത്തം ഷൂട്ട് ഡേയ്സ് അത്ര ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഇത്തിരി സമയമെടുത്ത ഷൂട്ട് ചെയ്ത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. പക്ഷെ ഭയങ്കര രസം. നമ്മള് ഷൂട്ടൊന്നും ഇല്ലാത്തപ്പോ എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോകും. എല്ലാവരും ഒരുമിച്ച് പുറത്തൊക്കെ പോകും. ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് മാത്യു. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് ആക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് മെയിൻലി ഉള്ളൊരു ഡിഫറൻസ് കണ്ടത്, ഞാൻ തമിഴ് സംസാരിക്കുമ്പോൾ എനിക്ക് ഡയലോഗ് പറയുമ്പോൾ അത്രയും കോൺഷ്യസ് ആവും. പക്ഷെ ഇതിൽ ഡയലോഗ് തെറ്റിക്കാൻ എനിക്ക് കമ്പനി ഉണ്ടായിരുന്നു. ഞാൻ തമിഴ് ഇത്തിരി മോശമായിട്ട് പറയാൻ മാത്യു മെയിൻലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ആൻഡ് ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. പകുതി കാസ്റ്റ് മലയാളിയാണ്, ഈക്വൽ കാസ്റ്റ് മലയാളിയാണ്. 4 പേര് മലയാളീസും 4 പേര് തമിഴ്. സോ ഒരു സൂപ്പർ ഫൺ. Thank you so much, Anika. Yes? Thank you. Thanks a lot. So അടുത്തതായിട്ട് നമ്മൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമ്യ രംഗനാഥൻ. എനിക്ക് കൊച്ചിയിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഐ എം സോ സോറി, എൻ്റെ മലയാളം കുറച്ച് മോശമാണ്. So I would like to continue in Tamil if you don't mind. எனக்கு இந்த படம் பண்ணுறது ரொம்ப ரொம்ப சந்தோஷமாக இருந்தது. அண்ட் ஐ ஹாவ் மை பியூட்டிஃபுல் காஸ்ட் வித் மீ. அண்ட் செட்டில் வந்துட்டு இது மலையாளம் ஃபில்மா தமிழ் ஃபில்மானே தெரியாது. ஏன்னா பாதி காஸ்ட் வந்து மலையாளிஸ். So it was amazing working in this film. Directed by Dhanush sir. So as you mentioned, I'm a dancer, and sir spotted me after watching my dance, and he wanted to meet me, and I was very nervous, but with the confidence that he gave me, அவர் கொடுத்த கான்ஃபிடன்ஸ்ல தான் வந்துட்டு இந்த படம் ஃபுல்லாக பண்ணி முடித்தோம். அண்ட் இவங்க எல்லார் கூடயும் ஒர்க் பண்ணதில் ரொம்ப ரொம்ப சந்தோஷம். அண்ட் இவங்களோட ஐ நோ மேத்யூ, வெங்கி, அனிகா, பிரியா எல்லாருமே கேரளாவிலேருந்து அண்ட் இங்கே வந்து இங்கே உங்கள் எல்லாரோடையும் அவங்களோட ஊரில் இருக்கிறது பேசுறது எனக்கு ரொம்ப ரொம்ப சந்தோஷமாக இருக்குது. அண்ட் Dhanush sir, we all know he is extremely talented, and debuting in his film directed by him is such a big honor. And Nilavukku Enmel Ennadi Kobam is a very beautifully portrayed Gen Z love story. It's a very neatly made love story with a lot of fun, emotions, drama எல்லாமே சேர்ந்த மாதிரி இருக்கும். ஸோ இது ஒரு பர்டிகுலர் ஜெனரேஷனுக்கு மட்டும் இல்லாமல் எல்லா ஜென்ரேஷனாலையுமே ரிலேட் பண்ணிக்கக்கூடிய ஒரு படமாக இருக்கும். ஸோ ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலியோடு எல்லாருமே கண்டிப்பாக போய் 21 ஃபெப்ரவரி பார்த்து என்ஜாய் பண்ணுங்கள். எங்கள் எல்லாருக்கும் சப்போர்ட் பண்ணுங்கள். தேங்க்யூ ஸோ மச்.